അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ് വ്ലോഗ്സ്. അല്ലെങ്കിൽ നമ്മുടെ ഐ സ്റ്റുഡിയോ ഓൺലൈൻ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടെ നിൽക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. നമ്മളിന്ന് എഡിറ്റിംഗ് പരിപാടികളൊന്നും ചെയ്യാനല്ല. കുറച്ച് പേരൊക്കെ നമ്മൾ വിളിച്ചിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 5 വർഷമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് തിരിച്ച് വന്നാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. തുടക്കത്തിൽ നമ്മളിപ്പം എന്തായാലും ലൈറ്റ് റൂം അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസൊക്കെ വീണ്ടും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു 5 വർഷം കൊണ്ട് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഞാനും ഓവറോൾ ഫുൾ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ കാരണം കുറച്ച് പേർക്കൊക്കെ അറിയാം, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇട്ടിരുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരാൾ കുഞ്ഞിനെ നോക്കാൻ വേണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം 5 വർഷത്തോളം അതിന് വേണ്ടി നമ്മളിങ്ങനെ ടൈം കൊടുത്തു, ഫുൾ ടൈം. അപ്പോൾ ഇപ്പം ആൾ വലുതായി, 5 വയസ്സൊക്കെ ആയപ്പോൾ നമുക്കിനി അതാണ് കുറച്ചൊക്കെ ഫോട്ടോഗ്രാഫിയിലോട്ടും കാര്യങ്ങളിലേക്ക് ഇറങ്ങാം. അപ്പം എൻ്റെ വൈഫ് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇല്ല. ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. പുള്ളിക്കാരത്തെ US ഞങ്ങളുടെ വിസിറ്റിന് വേണ്ടിയൊക്കെ പോയിരുന്നു. അപ്പോൾ ഫെബ്രുവരിയിൽ പുള്ളിക്കാരത്തേക്ക് തിരിച്ചു വരും. അപ്പോൾ തൊട്ട് നമുക്ക് കുറച്ച് ഔട്ട്ഡോറൊക്കെ ചെയ്യാം. ഫെബ്രുവരി വരെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ലൈറ്റ് റൂമോ ഫോട്ടോഷോപ്പോ ഒക്കെ നമുക്ക് ചെയ്യാം. ഞാനും അപ്പം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ 5 വർഷത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫിയിൽ. മെയിനായിട്ട് നമ്മളിപ്പം ഞാനിപ്പോൾ അഡോബ് ഒരു സബ്സ്ക്രിപ്ഷനുണ്ട് ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂമിൻ്റെ. അപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ നമ്മുടെ കയ്യിൽ കാണും. ഇതിൽ തന്നെ ഒത്തിരി വലിയ മാറ്റങ്ങൾ, അതായത് AI ആണ് മെയിനായിട്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ആഡായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കടക്കുന്നില്ല. ഞാനാണെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ നമുക്കിപ്പം ബ്ലറൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പഴയ പോലെ ഒന്നും അല്ല പണ്ടത്തെ. ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്കൊരു 1.4 1.2 ക്യാമറയുടെ പോലും ആവശ്യമില്ല. നമുക്ക് ബ്ലറൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ വലിയ മാറ്റങ്ങൾ ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂം ശരിക്കും AIയിലാണ് റൺ ചെയ്തതെന്നാണ് പറയുന്നത്. ഫോട്ടോഷോപ്പ് പിന്നെയും നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. കൺട്രോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ സ്കൈലം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിരുന്നു എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ എല്ലാം നല്ല മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞൊരു സംഭവം, അത് നല്ല കിടിലമാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. ഇപ്പോൾ ഒരു വലിയ ഹൈ എൻഡ് ലെൻസ് ഇല്ലാത്തവനും ഒക്കെ അത്യാവശ്യം നല്ല ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്ത്, ഇത് നമ്മുടെ പഴയ 80D തന്നെ എടുത്തൊരു ഫോട്ടോ തന്നെയാണിത്. പിന്നെ കുറച്ച് ഡിലേ കൊണ്ടിരിക്കും. ഒന്ന് AIയുടെ ഒക്കെ ആദ്യത്തെ സ്റ്റേജസൊക്കെ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ഡിലേ സംഭവത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫോട്ടോയൊക്കെ തന്നെയാണിത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഇപ്പം നമുക്കത് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ ബിഫോർ ആഫ്റ്റർ നോക്കിയാൽ നല്ല ബ്ലർ തന്നെയാണ് വരുന്നത്. അതായത് ഒരു ക്യാമറയിലെടുത്ത ഒരു ഫീലൊക്കെ തന്നെ നമുക്കത് കിട്ടും ഇത് ചെയ്യുന്നതാണെങ്കിൽ. പഴയ സപ്പോർട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടുക. ഇപ്പോഴും നമ്മുടെ വീഡിയോ കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ എനിവേസ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടാൻ മറക്കണ്ട. എങ്ങനെയായിരുന്നു 5 വർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? നമുക്കാണെങ്കിൽ ഒത്തിരി മാറ്റങ്ങളാണല്ലോ എല്ലാവർക്കും. മൊത്തം നമ്മുടെ ഈ ഒരു ഫീൽഡിൽ തന്നെ ഭയങ്കരമായ മാറ്റങ്ങൾ വന്നു. ക്യാമറകളുടെ മാത്രമല്ല, ഇപ്പോൾ സോണിയുടെ ഇതൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു 6700 ഇട്ടിട്ട് സംഭവം വാങ്ങി. ഇത് സിഗ്മയുടെ 5.4 ലെൻസാണ്. ആയപ്പോൾ ഒറ്റ ഷൂട്ടാണ് കൊച്ചിൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്ന ഇത് വെച്ചെടുത്തില്ല, നമ്മുടെ പഴയ 80D വെച്ചെടുത്താണ്. US പോയ ടൈമിൽ എൻ്റെ ഇല്ലായിരുന്നു. പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മുടെ ഇപ്പോൾ ദീപാവലി സെയിലിൽ ഞാൻ വാങ്ങിയതാണിത്. സെയിലിലും ശരിക്കും പറഞ്ഞാൽ കുറവൊന്നും ഇല്ലായിരുന്നു, വിലക്കുറവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ക്യാമറയ്ക്ക്. അവർ ചുമ്മാ 50%. ഞാൻ മുമ്പ് നോക്കിയപ്പോഴും അതേ വിലയായിരുന്നു. അത് സെയിലിൽ വന്നപ്പോഴും സെയിം വില തന്നെ. പിന്നെ നോക്കിയിരുന്നിട്ട് കാര്യമെന്ന് വിചാരിച്ച് കിട്ടാനും ഭയങ്കര പാടാണ്. ലോക്കലി സ്റ്റോറിൽ സോണി സെൻറ്ററിൽ ഒക്കെ പോയി നോക്കിയപ്പോൾ സാധനം കിട്ടാനില്ല. 6 മാസം 7 മാസം വെയിറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ആമസോൺ സെയിലിൽ തന്നെ അങ്ങ് എടുത്തു. സിഗ്മ ഇപ്പം നമ്മുടെ 55 ആണ്. മുതൽ ട്രയോ ലെൻസ് ഉണ്ടല്ലോ 55, 16mm, അതുപോലെ 30mm ഒരു 1.4 ട്രയോ ഉണ്ട്. വില കുറവാണ്. വലിയ കൂടി ആർട്ട് സീരീസൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വില കുറവാണ്. കുഴപ്പമില്ല, 1.4 ഒക്കെ നൈസാണ്. നമുക്കിതിലൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ. അതുപോലെ ഞാൻ അവിടെ പോയപ്പോഴൊരു GoPro 12 എടുത്തിരുന്നു. അപ്പോൾ അതും വെച്ച് നമുക്ക് ഔട്ട്ഡോറൊക്കെ പോകാമെന്ന് പ്രതീക്ഷയിലാണ്. എനിക്ക് ഔട്ട്ഡോർ ചെയ്യാനാണ് ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ നമുക്ക് പ്രശ്നമുള്ളത്. ഇവിടെ റൂമിനകത്തിരുന്ന് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ചെയ്യേ പറ്റുമല്ലേ. കുറച്ചൊക്കെ ട്രാവൽ ചെയ്യണമെന്ന് പണ്ടുള്ള ആഗ്രഹമാണ്. നമ്മൾ സ്ഥിരം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എനിവേസ് ഗൈസ്, നമ്മളുടെ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഇൻട്രോ ആയിട്ട് കരുതിയാൽ മതി. തിരിച്ചു വരാതിൻ്റെ ഇൻട്രോ. അതുപോലെ വീഡിയോസ് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരെണ്ണമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി.
ഗെയിമിംഗ് ചാനലുണ്ട്. അത് ഞങ്ങൾ എല്ലാ ദിവസവും ലൈവൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ കമ്മ്യൂണിറ്റി പോലെയൊക്കെ ഉള്ള വളരെ രസമുണ്ട്. ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ പോയാൽ ഒരു ഗെയിമിംഗ് ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു സൈഡിൽ കൂടെ രാത്രി ഇപ്പോൾ കൊച്ചുറങ്ങി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു 1 hour ലൈവ് സ്ട്രീമൊക്കെ ചെയ്തിട്ട് നമ്മൾ കടന്നുറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. അപ്പോൾ എനിവേസ് പുതിയ ആൾക്കാർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീഡിയോസൊക്കെ ഇപ്പോഴും പ്രസക്തമാണോ നമുക്കറിയില്ല. ഇപ്പോൾ ഒത്തിരി ഭയങ്കര ഒരു ഇൻഫ്ലക്സ് അല്ലേ എല്ലാത്തിനും. യൂട്യൂബൊക്കെ ഭയങ്കരമായിട്ട് കേരളത്തിലൊക്കെ ഭയങ്കര ഇതാണല്ലോ. എല്ലാവരും 24 മണിക്കൂർ യൂട്യൂബിനകത്തൊക്കെയാണ്. അപ്പോൾ ഒത്തിരി ചാനലുകളും ഒത്തിരി ഹൈ ക്വാളിറ്റി കണ്ടൻറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ എനിവേസ് ഗൈസ് നമ്മളുടെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ എല്ലാവർക്കും. ഗുഡ് ഡേ.